ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഈസി ആയിട്ട് എങ്ങനെ ലെൻസ് വെക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന്. ഉണ്ട്, ബിക്കോസ് നമ്മളെല്ലാവരും ആദ്യം ഒരു ബിഗിനർ ആയിരുന്നല്ലോ. ആ ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന പേടി ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ടാവും. സോ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നീ സിമ്പിളായിട്ട് ലെൻസ് വെക്കുന്നത്, ലെൻസ് വെക്കുമ്പോൾ പേടിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലെൻസ് വെക്കാൻ അറിഞ്ഞുകൂടാത്ത അല്ലെ പേടി കൊണ്ട് വെക്കാത്ത ഒരുപാട് ആൾക്കാർ കാണുമല്ലോ, അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ട് മേടിച്ചതാണ്. സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഗ്രേ ഷെയ്ഡിലുള്ള ലെൻസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് 175 റുപ്പീസ് ഈച്ച് പീസിന് 175 റുപ്പീസ് എന്ന് പറഞ്ഞാണ് ഞാൻ മേടിച്ചത്. അപ്പം ഞാൻ സാധാ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇതൊരു വീക്ക്ലി അല്ലെങ്കിൽ യൂസ് ആൻഡ് ത്രോ ലെൻസാണ്. സോ ഞാൻ ചെയ്യുന്ന ലെൻസ് മേടിച്ച് കഴിയുമ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു കണ്ടെയ്നറും കൂടെ മേടിക്കും. ഇത് ഫ്രീ ആണ്, നോർമലി എല്ലാവരും ഫ്രീ ആയിട്ടാണ് തരാറ്. സോ ഈ ഒരു കണ്ടെയ്നറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലിക്വിഡും. ഇത് ജസ്റ്റ് ഒരു തവണ മേടിച്ച് കഴിഞ്ഞാൽ കുറേ തവണത്തേക്ക് യൂസ് ചെയ്യാം. ഇത് അക്വാസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലെൻസിൻ്റെ ലിക്വിഡാണ്, ഒരു സലൈൻ ലിക്വിഡാണ്. ബിക്കോസ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാറില്ല. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ്, മണ്ടത്തരം കാണിച്ചു. നല്ലൊരു ലെൻസ് മേടിച്ചു, അതും ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ ആണ്. ബട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് ഒട്ടിച്ച് വെച്ചിരുന്നു. പക്ഷേങ്കിൽ ഇത് എങ്ങനെയോ ഡ്രൈ ആയി, അത് പ്ലാസ്റ്റിക് പോലെ ഉണങ്ങിപ്പോയി. സോ അതുകൊണ്ട് അതിനുശേഷം ഞാൻ എപ്പം യൂസ് ആൻഡ് ത്രോ ലെൻസ് മേടിച്ചാലും ഈ കണ്ടെയ്നർ മേടിച്ച് അതിനകത്ത് ഇട്ട് വെക്കും. ഇനി ലെൻസ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും അറിയാം, മീൻസ് ലെൻസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് ലെൻസ് വെക്കുന്ന അത്ര പാടുള്ള കാര്യമോ അല്ലെങ്കിൽ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമോ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സോ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സോ ഞാൻ ഇത് കയ്യിൽ കൊണ്ടുവന്നിട്ട് കയ്യിൽ വെച്ചിട്ട് എനിക്കിതിൻ്റെ മിഡിൽ പാർട്ടിൽ തന്നെ, നടുക്ക് തന്നെ, എനിക്ക് വെച്ചാൽ ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ലെൻസ് കയ്യിൽ കിട്ടണം. ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടണം. നിങ്ങൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെക്കാതിരിക്കുക, കാര്യം ഇത് കയ്യിൽ നിന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഫാൻ ഇട്ടിട്ടില്ല, ഫാൻ ഓഫ് ആക്കിയിട്ട് വേണം ഇത് വെക്കാനേ. എന്നിട്ട് ഞാനിത് ഓപ്പൺ ആക്കി വെച്ചിട്ട് സ്ട്രെയിറ്റ് ഞാൻ കണ്ണിൻ്റെ നടുക്കോട്ട് ഇത് വെക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടയ്ക്കുക, തുറക്കുക, അതവിടെ ഇരിക്കും. പിന്നെ ചിലർ ചെയ്യുന്നത് കണ്ടു, ലെൻസ് വെച്ച് സൈഡിൽ വെച്ചിട്ട് പിന്നെ കണ്ണ് റോൾ ചെയ്ത് കണ്ണിലേക്ക് വരുത്തുന്നത്. അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ ഡയറക്റ്റ് എൻ്റെ കണ്ണിലേക്ക് വെക്കുക ചെയ്യാറ്. പൊട്ടിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോകാൻ നോക്കുക. ബിക്കോസ് ലെൻസൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ താഴത്തെ പൊടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ലെൻസ് ഒന്ന് ജസ്റ്റ് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇത് ജസ്റ്റ് കയ്യിലെടുക്കുക, കൈയിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെക്കുക. ഞാൻ ഈ നടുക്ക് ഇങ്ങനെ എനിക്ക് കിട്ടണം, അങ്ങനെ നടുക്ക് വെച്ച് കിട്ടും. അതിനുശേഷം ഇത് കണ്ണൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ നടുക്കോട്ട് വെക്കുക, അടയ്ക്കുക, തുറക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, ലെൻസ് സെറ്റായി. ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ് ലെൻസ് വെക്കുക എന്നുള്ളത്. ഒരേ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ എല്ലാം ഫേസ് വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ലെൻസ് വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കുക. ബിക്കോസ് നമ്മളിപ്പം സ്കിൻ കെയർ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷമാണെങ്കിൽ നമ്മൾ ലെൻസ് വെക്കുമ്പം കുറച്ച് കണ്ണുനീര് വരാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് മൂവ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ഈ മേക്കപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലെൻസ് വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ പ്രൊഡക്ട്സ് ഒക്കെ കണ്ണിൽ പോകും, അപ്പോൾ നീറാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലെൻസ് വെച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് തിങ്, ഇത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണ് റബ്ബ് ചെയ്യരുത്. ബിക്കോസ് ഇത് വളരെ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, തിന്നായിട്ടുള്ളൊരു സാധനമാണ്. സോ നമ്മൾ കണ്ണ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീറി പീസസ് ആയിട്ട് കണ്ണിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ലെൻസ് വെച്ചതിന് ശേഷം കണ്ണ് തിരുമരുത്. പിന്നെ ലെൻസ് വെച്ച് ഒരിക്കലും കിടന്നുറങ്ങരുത്. ബിക്കോസ് നമ്മൾ ഉറക്കത്തിൽ കണ്ണ് റബ്ബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല കണ്ണ് ഡ്രൈ ആക്കും. ലെൻസ് വെച്ച് കുളിക്കരുത്. ബിക്കോസ് ഞാനത് ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. ബിക്കോസ് ഊരാനുള്ള മണി കൊണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷന് പോയിട്ട് വന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ വെച്ച് കുളിച്ച ടൈമൊക്കെ ഉണ്ട്. പക്ഷേ ലെൻസ് വെച്ച് കുളിക്കരുത്. ലിക്വിഡിൻ്റെ ഡേറ്റ് ചെക്ക് ചെയ്യുക. നമ്മൾ മേടിക്കുമ്പോൾ എന്തായാലും ചെക്ക് ചെയ്തിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. എന്നാലും നമ്മൾ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു വലിയ ബോട്ടിൽ മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മളൊരെണ്ണം മേടിച്ച് വെച്ച് കുറേ കാലം കഴിഞ്ഞ് ഉപയോഗിക്കുകയാണ് ലിക്വിഡെങ്കിൽ
തീർച്ചയായിട്ടും അതിന്റെ ഡേറ്റ് ചെക്ക് ചെയ്യുക. എപ്പോഴും നമ്മുടെ കൈ നമ്മളിത് വെക്കുമ്പോഴും ഊരുമ്പോഴും കൈ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് സോപ്പിട്ട് തന്നെ കഴുകി ക്ലീൻ ചെയ്ത ശേഷം മാത്രം അത് ഊരുക അല്ലെ വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ലെൻസ് വെച്ചതിന് ശേഷം തൊടാതിരിക്കുക. ലെൻസ് വെക്കുമ്പോൾ നിങ്ങൾ സ്കൂട്ടറിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷെയ്ഡ്സ് വെക്കുന്നത്, ഒരു കണ്ണാടി വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇത് പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് പറന്നു പോയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ലെൻസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി അപ്പോൾ ആരും പേടിക്കേണ്ട, ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ലെൻസ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കണ്ടെയ്നറും അതിൻ്റെ ലിക്വിഡും മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നല്ല ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും